Hi guys, it's me Dana. Welcome to my another video. Guys, ഇത് രാത്രി 12:15 ഞാൻ ഇന്ന് വ്ളോഗിങ് ചെയ്യുവാണ്. ഓബ്വിയസ്ലി നാളെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ ലിയോ ഒഫീഷ്യലി ഒരു പുരുഷനാവാൻ പോവാണ് നാളെ. ഈസ് ഗോയിങ് ടു ബി എ ടീനേജർ ടുമാറോ. ഓൾറെഡി ആയി, ഇന്ന് 12 മണി കഴിഞ്ഞു, അവനൊരു ടീനേജർ ആയി. അപ്പം നാളത്തേക്ക് നമ്മൾ കുറച്ച് സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ ഓഫീസിൽ നിന്ന് വരാൻ നല്ല ലേറ്റ് ആവും. അപ്പം രാത്രിയിൽ ഈ കേക്ക് മുറി പരിപാടികളൊന്നും ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്താണ്, പക്ഷേ പോസിബിൾ അല്ല. കാരണം അവനും പഠിച്ചിട്ട് കിടന്നുറങ്ങി, ഭയങ്കര സാഡായിട്ട് ആൾ കിടന്നുറങ്ങുന്നത്. കാരണം എല്ലാ വർഷവും മാർച്ച് 14 എക്സാം ടൈം ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സിനെ ഒന്നും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പല പല. അപ്പം കെസിയുടെ ബർത്ത്ഡേ, കെസിയുടെ അവൾ ടീനേജർ ആയപ്പോൾ അവളുടെ ബർത്ത്ഡേ നമ്മൾ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തതാണ്. നിങ്ങൾ വ്ളോഗ് കണ്ടു കാണും. അപ്പം അതുകൊണ്ട് അവൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര സീനാണ്. അപ്പം അതുകൊണ്ട് നാളെ ഓബിയസ്ലി നമ്മൾ അവൻ്റെ ഡേ സെറ്റാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കേക്ക് ചെയ്യാൻ പോവാണ്. അപ്പം അവൻ്റെ ഫേവറേറ്റ് മറ്റേ ഇതുണ്ടല്ലോ, ഡ്രീം കേക്കാണ് അവൻ്റെ ഫേവറേറ്റ്. അപ്പം ബാക്കിയുള്ള കേക്കൊന്നും വലിയ പിടുത്തൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കേക്ക്, ഡ്രീം കേക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങാം. രാവിലെ അവൻ സ്കൂളിൽ പോകുന്നതിന് മുന്നേ നമ്മൾ അവനൊരു ചെറിയ സർപ്രൈസ് കൊടുക്കും, ചെറുത് ബട്ട് വെരി സ്പെഷ്യൽ. ദിസ് ഇസ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു നൗ. നമുക്ക് ഡ്രീം കേക്ക് ചെയ്യാം. അവൻ്റെ ഭയങ്കര ചോക്ലേറ്റ് ലവറാണ്. അപ്പം നല്ല ചോക്ലേറ്റ് ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഗൈസ്, അപ്പം ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നില്ല. ഇത് ഞങ്ങളുടെ ഷോപ്പിലെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം രാവിലെ മുതൽ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഈവനിങ് 7 മണിയായി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തീർന്നപ്പോൾ. അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ന് വെളുപ്പം കാലമായാലും ഞാൻ ഈ കേക്ക് ചെയ്ത് തീരത്തില്ല. അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി, അവിടെ എല്ലാ ഡീറ്റെയിൽസ് റെസിപ്പീസ് എല്ലാം കൊടുത്തിരിക്കാം കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് ഈ കേക്ക് ചെയ്യണം, എന്നിട്ട് കിടന്നുറങ്ങണം. അങ്ങനെ ബാറ്റർ റെഡിയായി, ഓൾമോസ്റ്റ് കേക്കിൻ്റെ പരിപാടി ചെയ്തിരുന്നു. ഇവിടെ കേക്ക് ഇതേ ഓവനിൽ കയറിയിട്ടുണ്ട്. ഇതൊരു 40-45 മിനിറ്റ്സ് എടുക്കും ബേക്കായി വരാൻ വേണ്ടിയിട്ട്. അതിനുള്ളിൽ കിച്ചൺ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ അഴുക്കായിട്ടുണ്ട്. അപ്പം രാവിലെ എനിക്ക് ഡേർട്ടി ആയിട്ടുള്ള കിച്ചണിൽ വരുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എനർജി. അപ്പം എനിക്ക് രാവിലെ വരുമ്പോൾ പോസിറ്റീവായിട്ടൊരു ഡേ തുടങ്ങണമെങ്കിൽ എൻ്റെ കിച്ചണൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പം ഇത് ബേക്ക് ചെയ്യുന്ന സമയത്തിനുള്ളിൽ ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ബെൻഡ് ചെയ്ത് നിന്ന് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വിയേർഡായിട്ട് ഫീൽ ചെയ്യേണ്ട. കാരണം കെസി ഓൾറെഡി ഉറങ്ങി, അപ്പം ഞാൻ തനിയാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒടിഞ്ഞും തിരിഞ്ഞും ഒക്കെ നിന്ന് വേണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഡോണ്ട് ഫീൽ വിയേർഡ്. ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്യുന്ന സീൻ വരെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരുപാട് ക്രീമൊന്നും എടുത്തിട്ടില്ല, കാരണം അവന് ഇഷ്ടമല്ല ഒരുപാട് ക്രീമൊന്നും കേക്ക്സിലുള്ളത്. അപ്പം എൻ്റെ കേക്ക് ബിസിനസ്സിനെ കുറ്റം പറയുന്ന 2 ടീമുകളുണ്ടെങ്കിൽ അതെൻ്റെ മക്കൾ 2 പേരുമാണ് ഗൈസ്. അപ്പം അവൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് ഞാൻ ഈ ഡ്രീം കേക്ക് ഉണ്ടാക്കുവാണ്. സോ ഐ നീഡ് ടു ബി വെരി കെയർഫുൾ വിത്ത് ഹിം ഗൈസ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇതേ സെറ്റായി വരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കേണ്ടി വരും, കാര്യം അതിൻ്റെ മേളിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അത് അകത്ത് വെന്തിട്ടില്ല എന്നുള്ളത്. അപ്പം കുറച്ചൊരു 6-7 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ഒരു ചെറിയ വുഡൻ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് കുത്തി നോക്കാം അത് വെന്തോ ഇല്ലയോ എന്ന്. അതാ ഞാൻ വിളിക്കാതിരുന്നത്. ഞങ്ങൾ 12 മണിക്കൊരു പ്ലാൻ ഇട്ടതാ, പക്ഷേ ഞാൻ വിചാരിച്ചു നാളെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ കെസിയുടെ ഗിഫ്റ്റൊക്കെ വന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അച്ഛൻ ഞാൻ അവന് ഡ്രീം കേക്ക് ഉണ്ടാക്കുക. കേക്ക് വെന്തോന്ന് നോക്കുന്ന പരിപാടി ഇതാണ്. ഇതുപോലൊരു വുഡൻ സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ കുത്തി നോക്കുക. അപ്പം വുഡൻ സ്റ്റിക്ക് ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം കേക്ക് വെന്താന്ന്. ഇപ്പം നമ്മുടെ കേക്ക് ഓൾറെഡി വെന്തു. കുറച്ചുകൂടി ചോക്ലേറ്റ് ആക്കായിരുന്നു, പക്ഷേ ഇപ്പം ഇത് മതി. അവന് ഒരുപാട് ഇത് ഇഷ്ടമല്ല അച്ഛാ, ക്രീമേ. ഇതിലാണ് ഡ്രീം കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കാര്യം പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഉണ്ട്, പക്ഷേ അതിൽ എനിക്ക് ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ. കാരണം അത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടുള്ളല്ലോ, ഒരു രാത്രി മൊത്തം ഫ്രിഡ്ജിൽ ഇരിക്കേണ്ടുള്ളല്ലോ. സോ ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ. അപ്പം നമ്മൾ നമ്മുടെ ഡ്രീം കേക്ക് ഇതിൽ സെറ്റ് ചെയ്യാം.
അപ്പം ലിച്ചു എണീറ്റ്. അപ്പം രാവിലെ കേക്ക് മുറിക്കൽ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കെസിയ നേരത്തെ പോയി മാത്സിന് കുറച്ച് ഡൗട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ മുറിക്കൽ നടക്കത്തില്ല. അപ്പം ഉച്ച വരെ ഉള്ളൂ ക്ലാസ്സിന്. അപ്പം നമ്മൾ ഉച്ചയ്ക്കാണ് കേക്ക് മുറിക്കുന്നത്. യൂണിഫോം ഷൂസ് ഇട്ടില്ലേ? സീനൊന്നും ഇല്ലേ സ്കൂളിൽ? കുഴപ്പമില്ലേ? ബർത്ത്ഡേ ആയിട്ടൊന്ന് ചെത്താണ്ടല്ലേ? ലിച്ചു, ആരെങ്കിലും നിൻ്റെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യും നിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്? എക്സാം ആയതുകൊണ്ടല്ലേ? പക്ഷെ ഉച്ചവരല്ലേ ഉള്ളൂ. അടുത്ത എക്സാം പഠിക്കണ്ടേ? ശരിയാണല്ലോ. ഇത് കുടിക്ക്, പോണ്ടേ? ഷോപ്പൊക്കെ തുറക്കം ഇപ്പം 7:30 ആയുള്ളൂ, 7:45 ആയുള്ളൂ. ഞാൻ ഇപ്പോൾ കുറച്ച് നേരം കൂടെ എടുക്കും തുറക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ മേടിച്ച് വെച്ചുകൂടായിരുന്നോ ഇത് ചോക്ലേറ്റ്സ് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിന്? പരീക്ഷ നല്ലോണം എഴുതണേ. ബൈ, ടാറ്റാ. അപ്പോൾ കേസ് ഇവർ രണ്ടുപേരും സ്കൂളിലോട്ട് വിട്ടിട്ടുണ്ട്. ഇനി 12:30 ആവും തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ഈ 12:30-ക്കുള്ളിൽ നമുക്ക് ചെറിയ രീതിയിൽ ഇവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിന് കൂടെ അവൻ്റെ ഫേവറേറ്റ് ലഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ചിക്കൻ ഫ്രൈയും കണവ റോസ്റ്റുമാണ് നമ്മൾ ലഞ്ചിന് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് രണ്ടും അവൻ്റെ ഭയങ്കര ഫേവറേറ്റ്. അപ്പം ആനി വരുന്നുണ്ട്. അപ്പം ഒരു ഐഡിയ ഇല്ല 12:30 അവൻ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് വരുമ്പോൾ ആനി ഇവിടെ ഉണ്ടാവുന്നു. കാരണം ഇന്നലെ അവൾ വൈകിട്ടൊന്ന് വിഷ് ചെയ്ത് പോയിട്ടുള്ളതുകൊണ്ട് അവനൊരു ഐഡിയ ഇല്ലെന്നുള്ള വരുമെന്ന്. പക്ഷേ ആനിയെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവർ തമ്മിൽ അങ്ങനെയാണ് അവർ കണക്ഷൻ. അപ്പം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ഭയങ്കര സെലിബ്രേഷൻ പ്രൊമോട്ട് ചെയ്ത വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ ആഘോഷങ്ങൾ ചെറിയ രീതിയിൽ ആഘോഷിക്കുക, അതാണ് ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം. ദാണ്ട് ഗൈസ് എൻ്റെ കണവ റോസ്റ്റ് ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. ഞാൻ കുറേ നേരത്തെ കുക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പതുക്കെ ചെയ്യാം. ഇന്ന് നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല. അപ്പം കണവ റോസ്റ്റ് സെറ്റായി. ഇനി അച്ചാച്ചൻ ബലൂൺസും കൊണ്ട് വരുന്നത് വരെ നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ബലൂൺസ് കിട്ടിയാ? ഇതെന്തുവാ? ഹാപ്പി ബർത്ത്ഡേയുടെ മേടിച്ചോ? അടിപൊളി. ബലൂൺസ് എന്ത് ചെയ്യും ഗൈസ്? ഇതാണ് ഞങ്ങൾ മേടിച്ചത്. ബ്ലൂ ഇല്ലായിരുന്നു അച്ഛാ? ആണോ? ആ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഡെക്കറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആനി അടുത്ത് എവിടെ എത്തിയെന്ന് ചോദിക്കേ. എടേ 12:30 ആകുമ്പോൾ അവനങ്ങ് വരും കേട്ടോ. ഓക്കെ ശരി. ഗൈസ്, അപ്പം നമ്മുടെ ചിക്കൻ വന്നിട്ടുണ്ട്. ഇത് മസാലയെല്ലാം തേച്ച് സെറ്റ് ചെയ്ത് വെക്കാം. മസാല വരട്ടി വെക്കാം, എന്നിട്ട് കഴിക്കാറാകുമ്പോൾ ഫ്രൈ ചെയ്താൽ മതി. കൊള്ളാം. മതി ചേച്ചാ, അത്രയും മതി. ഒരെണ്ണം അവൻ്റെ തലയിൽ കൂടെ വെക്കാം. ആ ഗോൾഡ് വെച്ച് കൊടുക്കാം. കുടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഹെൽത്തി വേർഷൻ ഡ്രിങ്ക് ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പം കസ്കസും ചിയാ സീഡും ഒക്കെയാണ് ഇത്. അപ്പം ഇത് നമ്മൾ കുറച്ച് കുതിർക്കാൻ വെച്ചിട്ട് നമ്മളൊരു സർബത്ത് പോലെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ചൂടൊക്കെ അല്ലേ. അപ്പം കേക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് വൈനിന് പകരം കസ്കസ് സർബത്ത്. ഐ തിങ്ക് ദിസ് ഇസ് ഇനഫ്. ഇത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. ചെറിയ ചൂടുണ്ട്. അപ്പം ഇപ്പം ഒരുപാട് എന്താ പറയുന്ന രോഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചൂട് സമയമുണ്ട്. അതുകൊണ്ട് എപ്പോഴും എല്ലാവരും തിളപ്പിച്ച വെള്ളം കുടിക്കുക ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡെക്കറേഷൻ അപ്പോഴത്തേക്ക് കഴിഞ്ഞത് ബലൂൺസ്, തൊപ്പി, പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തത്. ഇവിടെയൊക്കെ കുറച്ച് ബലൂണെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അച്ചാച്ചൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ ഇതെല്ലാം. സോ കുറച്ച് ബലൂൺസ് താഴെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ നമ്മൾ സെറ്റാണെങ്കിൽ അവർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. 12:30 ആകുമ്പോൾ സ്കൂൾ വിടും. അവിടെ നിന്ന് നടന്ന് ഒരു 15 മിനിറ്റ് എടുക്കും വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ലിയോണ് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും ആവശ്യം. വാ ഞങ്ങൾ ഗേറ്റ് പൂട്ടിയിട്ടേക്കുമായിരുന്നടേ, അച്ഛൻ ഇൻഡിക്കേഷൻ തരാൻ വേണ്ടിയിട്ട്. അവർ വരുമ്പോഴേ ഇൻഡിക്കേഷൻ തരാൻ വേണ്ടിയിട്ട്. കയറുവാ, പെട്ടെന്ന് ഇപ്പം എത്തും, വണ്ടിയിൽ കൊണ്ടുവരും. ഇത് ഡ്രീം കേക്ക് അല്ലേ, അപ്പോൾ ഇത് പുറത്ത് നമ്മൾ വെക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തട്ടി പൊട്ടിക്കത്തില്ലേ. എടേ, ഡ്രീം കേക്ക് ഇങ്ങനെ ഇടിച്ചല്ലേ പൊട്ടിക്കുന്നത്. ഇനി അതിൻ്റെ ഫീൽ കിട്ടിയില്ലെങ്കിൽ പറയും ഇത് ഡ്രീം കേക്ക് അല്ല എന്ന് പറയും.
അതല്ല, സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബലൂൺസ് എല്ലാം കൂടി ഇടാം. വന്നോ? ഗേറ്റിന്റെ സൗണ്ട് കേട്ടോ. ഇല്ല, അതിലേക്കൂടെ നോക്കാൻ പറ്റിയ ചിലപ്പോൾ നമ്മുടെ ബലൂൺസും എല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഹോണടിയോടെ ഹോണടി ചുമ്മാ ഹോണടി. ഇത് താഴെ ഇട്ടപ്പോഴേ ഞാൻ താഴെ ഇട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ പിക്കാൻ ചെന്നപ്പോഴത്തേക്ക് രണ്ടും കൂടെ ബാക്ക് ഗേറ്റ് വഴി പോകാൻ പോയതാ. പിന്നെ വണ്ടി പിടിച്ച് ഗൈസ്, വി ആർ പാക്കിംഗ്. കിസിയുടെ ഗിഫ്റ്റ് അല്ലേ? പെട്ടെന്ന് പാക്ക് ചെയ്താൽ അവൻ ഡ്രസ്സ് ചെയ്തിട്ട് ഇപ്പം ഇറങ്ങി വരും. എടാ, ഈ പുതിയ ഡ്രസ്സ് ഇടാൻ പോയന് എവിടെ പോയി? ലിച്ചു വാടാ, വി ആർ വെയിറ്റിംഗ്. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ലിയോന്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഞാൻ അപ്പുറത്ത് വരാം. ഇവിടെ നിന്നിട്ട് പൊളി, അടിപൊളിയടാ, സെറ്റ് ലിച്ചു. ഇതൊന്ന് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന. ഓക്കെ, യുവർ നെക്സ്റ്റ് സർപ്രൈസ്. അച്ഛാ, ഏതാ നമ്മുടെ നെക്സ്റ്റ് സർപ്രൈസ്? Big boy 13. Big boy 13. ഡ്രീം കേക്ക്. കത്തി വെച്ചാ ഡ്രീം കേക്ക് കഴിക്കുന്ന? എടാ എടാ, ഇത് നിനക്ക് സർപ്രൈസ് ആയ? എടാ, ഈ കേക്ക് നിനക്ക് സർപ്രൈസ് ആയ? ഗൈസ്, ഫൈനലി ലിയോ നമ്മുടെ ഡ്രീം കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്യുന്നില്ല, തോണ്ടാൻ പോവാണ്. അങ്ങനെയല്ല, അങ്ങനെ കെസിയുടെ ഗിഫ്റ്റ് കെസിയെ കൊടുത്തത്. എന്തുവാടാ, എന്താ കെസിയുടെ ഗിഫ്റ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും നോക്കാം. ഡേ, ഇത് വന്നിട്ട് കുറച്ച് ഞങ്ങൾ ഒളിപ്പിക്കാൻ പെട്ട പാടി ഈ ഗിഫ്റ്റ് കെസിയുടെ. എവിടെ വെച്ചാലും ലിയോ കണ്ടെടുക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ച്. ഇങ്ങോട്ട് വാ. ഒരാൾ ഇവിടെ ഇരുന്നത് ഡ്രീം കേക്ക് കെട്ടിക്കൊണ്ടിരിക്കുന്നോ? എന്തുവാടാ? തുറക്കടാ. അത് തുറക്കുമ്പോ അടുത്തൊരു ബോക്സ്, പിന്നെ ആ ബോക്സിനകത്തൊരു വേറൊരു ബോക്സ്. എന്തുവാടാ? എന്തോ കാണിച്ചേ? സൂപ്പർ സിൽവർ പോളിയും. കെസിയുടെ സേവിങ്സ് അവള് അവന്റെ ബ്രദറിന് മേടിച്ചു കൊടുത്തതാണ്. ഓ, സൂപ്പർ. ആണോ? ഓ, ഹാപ്പി ബർത്ത്ഡേ ടു യു.
സെറ്റ് സാധനം. എടാ നീ ഇതാണോ നീ വേണോന്ന് വിചാരിച്ചത്? ഓ സെറ്റ് അല്ലേ? അടിപൊളി. ഹാപ്പി ആടാ? അടിപൊളി. അടിപൊളി. അപ്പൊ മൊത്തത്തിൽ ഇന്നത്തെ ദിവസം സർപ്രൈസ് ആയല്ലോ. ഹാപ്പി അല്ലേ? നീ ഹാപ്പി അല്ലേ? ഇനിയൊന്നും വിഷമമൊന്നുമില്ല കൊച്ചിന്. അവന് ഭയങ്കര വിഷമമായിരുന്നു. അവൻ്റെ ബർത്ത്ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മാർച്ച് ടൈം ആയതുകൊണ്ട്. ദൈവമേ ഇതെന്തുവാ ഇതെന്തുവാ? എടാ ലിയോ, നിനക്ക് ഡ്രീം കേക്ക് ചെയ്തു തരാനായിട്ട് ക്യാഷ് അയച്ചു തന്ന ആരാന്നറിയോ? പപ്പാനി. പപ്പ എനിക്ക് 500 റുപ്പീസ് സെൻഡ് ചെയ്ത് തന്നിട്ട് പറഞ്ഞ് അവന് ഡ്രീം കേക്ക് മേടിച്ചു കൊടുക്കണമെന്ന്. അപ്പം ഞാൻ അതിൽ ഡ്രീം കേക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പം കേക്ക് അപ്പാപ്പൻ്റെ ഗിഫ്റ്റ്. അയ്യോ ഈ വീഡിയോ കോൾ ചെയ്യണം അല്ലേ എല്ലാവരെയും? നമുക്കിപ്പോൾ ചെയ്താലും മതിയല്ലോ. അപ്പം അപ്പാപ്പൻ്റെ ഗിഫ്റ്റാണ് എന്തത്? കേക്ക്. സർപ്രൈസ് ആയിരുന്നു. ചിക്കൻ വറുത്തെടുത്തോടെ. ഗൈസ് അങ്ങനെ ചിക്കൻ വറുത്തൊന്നും റെഡി ആയിരിക്കുന്നു. നമ്മള് ചോറ് അവന്റെ പപ്പ പറഞ്ഞേക്കുന്നത് അവന് വയറ് നിറച്ച് ചിക്കൻ കൊടുക്കാനാ പറഞ്ഞേക്കുന്നത്. കഴിക്കാം. നേരെ പോ. ബൈ. എടാ പപ്പ പോന്നിട്ടാ ലിച്ചു. ഇറങ്ങിയാണേ വിടല്ലേ അമ്മ? എടാ പോണോടാ, ഒക്കെ ജോലി ഉണ്ടറാ. ശരിയടാ, വീട് ചെന്നിട്ട് വിളിക്കണേ. നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ വിശാലമായിട്ട് കറങ്ങാനൊക്കെ പോകും. ശരി ബൈ എടേ. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. എല്ലാവരും പോയി അച്ഛൻ ഓഫീസിൽ പോയി, ആനി തിരിച്ചു പോയി, അവരുടെ ഒരു മേളിൽ പഠിക്കാൻ പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഞാൻ ഒരിക്കലും ഒരു ലക്ഷറി സെലിബ്രേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷേ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ഇതുപോലുള്ള ചെറിയ ചെറിയ ബർത്ത്ഡേയ്സ്, ആനിവേഴ്സറീസ് എല്ലാം ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ്സോടുകൂടി സെലിബ്രേറ്റ് ചെയ്യുന്ന ആളാണ്. യു ഡോണ്ട് ഹാവ് ടു സ്പെൻഡ് ടു മച്ച് ടു സെലിബ്രേറ്റ് സംതിങ്. പക്ഷേ യു ക്യാൻ സ്പെൻഡ് സം ടൈം ടു സെലിബ്രേറ്റ് യുവർ ഹാപ്പിനെസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഓരോരുത്തരും എത്താൻ പറ്റത്തില്ല. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ കീപ് വാച്ചിങ്. ബൈ.